ഇത്താച്ചി ഉച്ചിഹ എന്തിന് സ്വന്തം ക്ലാനിനെ ഇല്ലാതാക്കി? ഒരു വാർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയാം. എന്നാൽ ഇത്താച്ചിയുടെ ഈ പ്രാക്ടീസിന് പിന്നിൽ കുറച്ച് ഹിസ്റ്ററിയും ഹിഡൻ ഡീറ്റെയിൽസും ഉണ്ട്. സീരീസ് തുടങ്ങുന്നതിന് 10 വർഷം മുമ്പാണ് കുറാമ എന്ന 9 ടെയിൽ ഫോക്സ് ഹിഡൻ ലീഫിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരു അറ്റാക്കിൽ ഹിഡൻ ലീഫിന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. കൂടാതെ അവരുടെ പ്രിയപ്പെട്ട ഹൊക്കാഗെ മിനാട്ടോയെയും നഷ്ടമായി. നിങ്ങൾ ഈ മാപ്പ് ശ്രദ്ധിക്കൂ. ഉച്ചിഹ ക്ലാനിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സൗത്ത് മോസ്റ്റ് ആയാണ്. ഒരിക്കലും അവർക്ക് എൻട്രൻസിന് മുന്നിലുള്ള സ്ഥലമോ ഹെഡ്ക്വാർട്ടേഴ്സിനടുത്തുള്ള സ്ഥലമോ കിട്ടിയില്ല. ഉച്ചിഹ ക്ലാനിൻ്റെ ലീഫ് പോലീസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഇതേ സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പോലീസ് ഫോഴ്സ് എപ്പോഴും നഗരത്തിൻ്റെ സെൻട്രലായാണ് സ്ഥിതി ചെയ്യുക. പക്ഷേ ഇവിടെ ഉച്ചിഹ ക്ലാനിനെ അവർ എൻറ്റയർലി സൗത്തിലേക്ക് മൂവ് ചെയ്യിച്ചു. കുറാമോയെ കൺട്രോൾ ചെയ്തത് ഒരു ഷാരിംഗൻ യൂസറാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ജനങ്ങൾക്ക് വേണ്ടി വില്ലേജിലെ എൽഡേഴ്സ് ആ കടുത്ത നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇത്താച്ചിയുടെ അച്ഛൻ ഫുഗാക്കുവിന് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ വില്ലേജിൻ്റെ പീസിനായി നിലകൊണ്ടെങ്കിലും ക്ലാൻ മെമ്പേഴ്സിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം പതിയെ ഒരു തീരുമാനത്തിലെത്തി. ഉച്ചിഹ ക്ലാൻ്റെ പദ്ധതികൾ വളരെ സിമ്പിളായിരുന്നു. തങ്ങളുടെ ആളുകളെ ഫോഴ്സിലേക്കും അഡ്മിനിസ്ട്രേഷനിലേക്കും എത്തിക്കുക, ആൻഡ് അവസരം കിട്ടുമ്പോൾ വില്ലേജിനെ കൺട്രോൾ ചെയ്യുക. 2 ആളുകളാണ് ഇതിനെ എതിർത്ത് നിന്നത്. ഒന്ന് ഒബിയസ്ലി ഇത്താച്ചി, 2 ഷിസുയി ഉച്ചിഹ. ഷിസുയി ഉച്ചിഹയ്ക്ക് ഉച്ചിഹ ക്ലാനിൻ്റെയും അതുപോലെ തന്നെ പോലീസ് ഫോഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണമായിരുന്നു. പോലീസ് ഫോഴ്സ് ആക്ച്വലി ഉച്ചിഹ ക്ലാൻ നടത്തുന്നതായിരുന്നു. അതിലെ മെയിൻ നിർദ്ദേശമായിരുന്നു ഇത്താച്ചിയെ നിരീക്ഷിക്കുക എന്നത്. കാരണം ഇത്താച്ചി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അൻബു ബ്ലാക്ക് ഓപ്സ് എന്ന എലൈറ്റ് ഡിവിഷനിലേക്ക് സെലക്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചിഹ ക്ലാനിൻ്റെ പദ്ധതികളുടെ ഒരു തുറുപ്പുചീട്ട് തന്നെയായിരുന്നു ഇത്താച്ചി. എന്നാൽ ഷീസു ഇത് ഹൊക്കാഗെയോട് വെളിപ്പെടുത്തി. ഉച്ചിഹ ക്ലാനിൻ്റെ പ്ലാനിനെ പറ്റിയും അവരുടെ മോഡസ് ഒപ്രാൻഡിയെ പറ്റിയും അവർ ഡബിൾ ഏജൻ്റായി നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഷീസുയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് കൊറ്റ അമത്സുകാമി. ഈ മങ്കയ്ക്കു ഷരിങ്കാൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ്. സോ ഒബ്വിയസ്ലി ഷിസുയെ ശ്രമിക്കുക ഇത്താച്ചിയുടെ അച്ഛനായ ഫുഗാക്കുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ്. ഹിരുസൻ എന്ന വില്ലേജിലെ തലവൻ ഷിസുയുടെ റൈറ്റ് ഐ കൈക്കലാക്കുകയും അയാളുടെ രീതിയിൽ വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ലെഫ്റ്റ് ഐ കൈക്കലാക്കുന്നതിന് മുമ്പേ ഷിസുയി ബാക്കി ദൗത്യം ഇത്താച്ചിയെ ഏൽപ്പിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അവൻ തൻ്റെ ലെഫ്റ്റ് ഐ ക്രഷ് ചെയ്ത് കളയുകയും ചെയ്തു. ഈ ഒരു ഇൻസിഡൻറ്റോടെ ഇത്താച്ചിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലായി. ഡാൻസോയോട് ഇത്താച്ചി ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, തൻ്റെ അനിയനെ വിട്ടുകിട്ടണം. ഡാൻസോ ആസ് എ പ്രൊട്ടക്ടർ ഫ്രം ദി ഷാഡോസ് അത് അംഗീകരിച്ചു. ആ നൈറ്റ് അവൻ എൻറ്റയർ ക്ലാനിനെ സ്ലോട്ടർ ചെയ്തു. തിരികെ റിപ്പോർട്ട് ചെയ്യാൻ ഹൊക്കാഗെയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഹൊക്കാഗെ വിവരം അറിയുന്നത് തന്നെ. അദ്ദേഹം ഡാൻസോയിൽ നിന്ന് സാസ്കയെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് ഇത്താച്ചിക്ക് പ്രോമിസ് ചെയ്തു. അതിനുശേഷം ഇത്താച്ചി അക്കാട്സ്കി എന്ന ക്രിമിനൽ സംഘത്തിൻ്റെ കൂടെ ഒരു ഡബിൾ ഏജൻ്റായി ചേർന്ന് വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.